ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ ഐഷസ് വ്ലോഗ്. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഫേഷ്യൽ ഡേ 2 ആയിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ എന്തായാലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ അതിന് സ്റ്റെപ്പ് 1 ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഒരു ഫേസ് വാഷാണ്. അപ്പോൾ ഞാനത് ആദ്യമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫേസ് വാഷാണ് കേട്ടത്. എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഒരു ഫെയർ ആൻഡ് ലവ്ലിയുടെ ഒരു ബ്രൈറ്റ് ഗ്ലോ എന്ന് പറയുന്ന ഒരു ഫേസ് വാഷാണ്. അപ്പം അടിപൊളി ഫേസ് വാഷാണെന്ന് തോന്നുന്നു. നമുക്കൊന്ന് അപ്ലൈ ചെയ്തിട്ട് എൻ്റെ മുഖം ഇപ്പോൾ ഇരിക്കുന്ന എൻ്റെ മുഖം എൻ്റെ ഫേസ് ഇപ്പോൾ ഇരിക്കുന്ന ആ ഒരു രീതിയും അതേപോലെ ഈ ഫേസ് വാഷ് യൂസ് ചെയ്തതിന് ശേഷമുള്ള ആ ഒരു ഇത് കണ്ടാൽ തന്നെ അറിയാം നല്ലൊരു ഗ്ലോ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മളുടെ കോഫി പൗഡറാണ് എടുക്കുന്നത്. കോഫി പൗഡറാണ് നമ്മുടെ ഈ ഒരു ഫേഷ്യലിൽ മെയിനായിട്ട് കേട്ടോ. ഇതിന് ശേഷം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഷുഗറാണ്. ഷുഗർ ഭയങ്കര വലിയ തരിയുള്ള ഷുഗറാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് ആഡ് ചെയ്യാൻ വേണ്ടി നോക്കാം കേട്ടോ. ചെറുതാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, അങ്ങനെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ഞാൻ ഇതിലുള്ള വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂളാണ് ആഡ് ചെയ്യുന്നത്. അത് ചേർത്താൽ നല്ലതാണ്, സ്കിപ്പ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത് നമ്മുടെ മുഖം നല്ല ഗ്ലോ ആക്കി വെക്കാനും നല്ല ഹൈഡ്രേറ്റിംഗ് ആക്കി വെക്കാനും ഒക്കെ നമ്മുടെ വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂള് വളരെയധികം നല്ലതാണ് കേട്ടോ. അതിന് ശേഷം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് നമ്മുടെ റോസ് വാട്ടറാണ്. അപ്പോൾ ഇതെല്ലാം വെച്ച് നമ്മൾ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം. സ്ക്രബ് ചെയ്യുമ്പോൾ ഭയങ്കര ജെൻറ്റിലായിട്ട് തന്നെ സ്ക്രബ് ചെയ്യാൻ നോക്കണം. കാരണം നമ്മുടെ മുഖത്ത് സ്ക്രാച്ചസ് വീഴാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിമ്പിൾസ് ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക. വളരെ പതുക്കെ മാത്രം നമ്മുടെ മൂക്കിൻ്റെ ഭാഗങ്ങൾക്ക് മാത്രം മസാജ് ചെയ്യാൻ വേണ്ടി നോക്കാം കേട്ടോ. ചെയ്തതിന് ശേഷം നമ്മളൊരു 2 മിനിറ്റൊക്കെ സ്ക്രബ് ചെയ്താൽ മതി. നമ്മുടെ ലിപ്പിലൊക്കെ നമുക്ക് സ്ക്രബ് ചെയ്യാവുന്നതാണ്, ഒരു കുഴപ്പമില്ല കേട്ടോ. പക്ഷെ നമുക്ക് ഒരു 10 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്കിതൊന്ന് കഴുകി കളയാം. അപ്പോൾ ഞാൻ തുടയ്ക്കുമ്പോൾ തന്നെ ആ ഒരു റിസൾട്ട് നിങ്ങൾക്ക് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ടാവും. അടിപൊളി റിസൾട്ടാണ്, ശരിക്കൊരു ഗ്ലോ തരുന്നുണ്ട്. ഇത് പെർമനൻ്റ് അല്ല, പക്ഷേ നമ്മുടെ സ്കിൻ ടോൺ നമ്മൾ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഫേഷ്യൽസൊക്കെ ചെയ്യുന്നത് കേട്ടോ. ഫേഷ്യൽസ് നമ്മൾ ഓരോ വട്ടം ചെയ്യുമ്പോഴും അതിൻ്റെ സ്കിൻ ടോൺ നമ്മളിങ്ങനെ മാറി മാറി വരുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പിൽ ഞാനിവിടെ ആഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോഫി പൗഡറും അതേപോലെ നമ്മുടെ കടല മാവാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് 2 എണ്ണം ആഡ് ചെയ്തിട്ട് നമ്മുടെ പൊട്ടാറ്റോയുടെ ജ്യൂസാണ്, അതായത് നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മുടെ സ്കിൻ നല്ല ബ്രൈറ്റ് ആക്കാൻ വേണ്ടി അടിപൊളിയായിട്ടാണ് കേട്ടോ. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതൊരു ടോണറായിട്ട് യൂസ് ചെയ്യണോണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. നമ്മുടെ ഈ ഒരു പാക്ക് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മസാജ് ഒന്നും ചെയ്യേണ്ട, പാക്ക് ആയതുകൊണ്ട് ഇതിട്ടതിന് ശേഷം നമ്മളൊരു 20 മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ 20 മിനിറ്റിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് വൈപ്പ് ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ റിസൾട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ പൊന്നോ അടിപൊളിയായിട്ടാണ്. എല്ലാവരും മസ്റ്റ് ട്രൈ ആയിട്ട് ഇത് ചെയ്ത് നോക്കേണ്ട ഒരു ഫേഷ്യലും കൂടെയാണ് കേട്ടോ. അപ്പോൾ ഇതിന് ശേഷം നമ്മുടെ മുഖം ഒന്ന് ടോണർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് എന്നിട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൊട്ടാറ്റോയുടെ ജ്യൂസ് കുറച്ചിരിക്കുന്നുണ്ടായി. അത് നമുക്ക് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഫേഷ്യൽ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ടാറ്റ ബൈ ബൈ, സീ യു, താങ്ക്സ് ഫോർ വാച്ചിങ്.